ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? തൈക്കൂട്ടിൽ പഴുക്കടയ്ക്ക. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് പറഞ്ഞുതരാട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഇതളുകളിൽ 2 പുതിയ കൂട്ടുകാരാണ് വന്നിട്ടുള്ളത് കേട്ടോ, ഭദ്രയും ചേതനും. അവരുടെ പരിപാടികൾ കേൾക്കാം. ഭദ്ര പറയണ ഒരു കുഞ്ഞു കഥ കേട്ടാലോ ആദ്യം? മഴയുടെ സന്തോഷം. മഴയും ഇടിയും മിന്നലും കാറ്റും കൂട്ടുകാരായിരുന്നു. ആകാശത്ത് അവർ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കാറ്റിനൊരറിയിപ്പ് കിട്ടി. കൂട്ടുകാരെ, എനിക്ക് കാർമേഘം ഒരു നിർദ്ദേശം തന്നു. ഞാൻ പോവുകയാണ്. മഴയും കാറ്റും ഇടിയും കളി തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ നിർദ്ദേശം ഇടിക്കും കിട്ടി. ഇടി പോയപ്പോൾ കാറ്റും മഴയും കളി തുടർന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാറ്റും യാത്ര പറഞ്ഞുപോയി. മഴ തനിച്ചായി. അവൾക്ക് സങ്കടം വന്നു. അവൾ എങ്ങോട്ടെന്നില്ലാതെ നടക്കാൻ തുടങ്ങി. അപ്പോൾ താഴെ നിന്ന് ആളുകൾ പറയുന്നത് മഴ കേട്ടു. മഴ വന്നില്ലെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ കരിഞ്ഞു പോകും. മഴയൊന്ന് വന്നിരുന്നെങ്കിൽ. ഇത് കേട്ട മഴ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അതുകണ്ട് എല്ലാവർക്കും സന്തോഷമായി. അവർ ചിരിക്കാൻ തുടങ്ങി. മഴയും. ഇനി ഭദ്രയുടെ ഒരു കവിത കേൾക്കാം. ശ്രീ അൻവർ അലിയുടെ കവിത ഗാന്ധിത്തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിലെ തൊട്ടു ഞാനുമ്മ, കടലു കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ചെട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ. ഗാന്ധി കാലുവച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, 2 പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു. വിത്തു പൊട്ടിച്ചെടിയായി വൈക്കമോരു വാടിയായി, നോക്കി നിൽക്കേ എന്തുമായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ. വന്മലയിൽ മുകിൽ കീറ വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, രാമനെ റഹീമു പോലെ അയ്യനെ വാവരു പോലെ, വൈക്കത്തപ്പനെ കോരം പുലയൻ ചെന്നു തോടും പോലെ. തൊട്ടു ഞാനുമ്മ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങുമുയിരിൽ തൊട്ടു ഞാനുമ്മ. പിന്നൊരു നാളിന്ത്യ 2 തുണ്ടായി, കാന്തിയോട്ട പരകാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണു പോയിന്ത്യ. ഗോഡ്സെ തൊട്ടുമ്മ ഗാന്ധിയെ ഗോഡ്സെ തൊട്ടുമ്മ, കാഞ്ചിയിൽ വിരൽ കൊണ്ട് ഗോഡ്സെ തൊട്ടുമ്മ. തൊട്ടു ഞാനുമ്മ കാന്തിയെ തൊട്ടു ഞാനുമ്മ, പട്ടടയിൽ കത്തുമിന്ത്യയെ തൊട്ടു ഞാനുമ്മ,
തട്ടടയിൽ കത്തുമിന്ത്യയെ തൊട്ടു ഞാനുമ്മ. ഒരു കുട്ടിക്കഥ കൂടി കേട്ടാലോ? കൂട്ടുകൂടാം. ഒരിടത്ത് ഒരു കത്രികയുണ്ടായിരുന്നു. അവന് കൂട്ടുകാർ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അവന് വലിയ വിഷമമാണ്. ഒരു ദിവസം റോഡിലൂടെ നടക്കുമ്പോൾ അവൻ ഒരു പെൻസിലിനെ കണ്ടുമുട്ടി. അവൻ പെൻസിലിനോട് ചോദിച്ചു, നിനക്ക് എൻ്റെ കൂട്ടുകാരൻ ആവാമോ? പെൻസിൽ പറഞ്ഞു, അതിനെന്താ, നമുക്ക് കൂട്ടുകാർ ആവാലോ. കത്രികയ്ക്ക് സന്തോഷമായി. അവർ കൈകോർത്ത് പിടിച്ച് നടന്നു. അപ്പോഴാണ് ഒരു പേപ്പർ കുട്ടി സങ്കടത്തോടെ പോകുന്നത് അവർ കണ്ടത്. എന്തു പറ്റി? എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, അവൻ ചോദിച്ചു. എനിക്ക് കളിക്കാൻ കൂട്ടുകാർ ആരുമില്ല, അതാണോ നിന്റെ വിഷമം? സാരമില്ല കേട്ടോ, ഞങ്ങൾ നിന്നോട് കൂട്ടുകൂടാം, പെൻസിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പേപ്പറിന് വലിയ സന്തോഷമായി. അങ്ങനെ കത്രികയും പെൻസിലും പേപ്പറും വലിയ കൂട്ടുകാരായി. അവരങ്ങനെ കൂട്ടുകൂടി പാട്ടും പാടി കുറേ കാലം ജീവിച്ചു. ഗുണപാഠം: എല്ലാവരോടും കൂട്ടുകൂടണം, ആരെയും ഒറ്റയ്ക്കാക്കരുത്. ചേതൻ ഒരു കുഞ്ഞു കഥ പറയാൻ പോവാണേ. പാമ്പും പുലിയും വേട്ടക്കാരനും. ഒരിടത്ത് ഒരു പാമ്പ് മലയിൽക്കൂടെ നടക്കുവായിരുന്നു. അപ്പോൾ ആ പാമ്പിന് ഒരു ആനയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ആ പാമ്പിന് പേടിയായി. അപ്പോഴാണ് പുലി വന്നേ. പുലി ചോദിച്ചു, നിനക്കെന്താ പറ്റിയേ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആനേൻ്റെ ശബ്ദം കേട്ടിട്ട് പേടിയാവുന്നു. അപ്പം ആ പുലിയും പറഞ്ഞു, എനിക്കും ആനേൻ്റെ ശബ്ദം കേട്ടിട്ട് പേടിയാവുന്നു. അപ്പോഴാണ് ആന അങ്ങോട്ട് വന്നത്. അവനെ ആന പേടിപ്പിച്ചു. അപ്പോൾ അങ്ങോട്ടൊരു വേട്ടക്കാരൻ വന്നു. ആ വേട്ടക്കാരൻ കയ്യിലിരുന്ന തോക്കും കൊണ്ട് ആനേനെ വെടിവെച്ചു. അപ്പോൾ ആ പുലിയും പാമ്പും ആ വേട്ടക്കാരനോട് നന്ദി പറഞ്ഞു. ചേതനും ഭദ്രയും കൂടി ഒരു കവിത ചൊല്ലാൻ പോവാ, അതൊന്ന് കേൾക്കാം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഏറെ പ്രസിദ്ധമായ നീലി. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നീലി നിന്റെ കണ്ണുകളിലിപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. മലവേടക്കിടാത്തിയുടെ കള്ളുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനീ, കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കളവരുതു കളവരുതു രാത്രിയുടെ പുത്രീ. വേളിമല കഴുകിത്തുടച്ചു നരിമഴകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി. മിഴികവിയുന്ന ചോരയാൽ കരിമൺചെതാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിലകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതി പറപ്പിച്ചെരിക്കിൻ്റെ മറവിൽ മറയുന്നതും. മായാമയി നിന്റെ മംഗളവിഷാദങ്ങളല്ലേ. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലില നക്കിത്തുടയ്ക്കുന്ന കുന്തിയായി. ഒക്കത്തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്ക
ഭർത്തനഗ്നാംഗിയാം പാണ്ടിക്കുറത്തിയായി ശ്രീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി നിന്നിൽ നിന്നും ഒഴിഞ്ഞുവോ കാന്താര കന്മദം കള്ളിമുൾച്ചെടികളുടെ മറവിൽ മൃഗനയനീ കള്ളിമുൾച്ചെടികളുടെ മറവിൽ മൃഗനയനി നിൻ കരുമനകൾ കരടികൾ കടിച്ചിഴയ്ക്കുന്നതും കണ്ട് കണ്ണേ മടങ്ങുക എന്നാദിമാതുലൻ നെഞ്ചുപൊടിയും മട്ടുപാടിയതുമോർത്തേൻ സത്യത്തിരുമകനിളങ്കോവടിക്കു തുയിർകത്തിന കരൾക്കുള്ളിൽ ഉയരാണ്ട ചണ്ടീ കള്ളിയങ്കാടു മറന്നുപോയോ നിന്റെ ഉള്ളലിവു പോൽ വന്നുദിക്കും നിലാവും നീ പോയതിൽ പിന്നെ നെയ്യാറിടം പിരിശംഖമിട്ടാറില്ല മാനം കറുത്തു മഴവില്ലു കൊണ്ടതിരിട്ടു മൗനം വിളമ്പിയോരന്നപൂർണേശ്വരി രാഹുകേതുക്കളും രാശി ഋതുക്കളും നോവിച്ചു നിന്നെ ചതിച്ചു നിഴലാക്കി ആകാശചാരിയാം നാഥൻ ഇതു കാണുമെന്നാശിച്ചു കുടിലിന്റെ മുറ്റത്തു നീയിട്ട കോലം ഒരു കുതിരക്കുളമ്പുമാച്ചു നിന്റെ കാവിലെ ചിത്രകൂടക്കല്ലിലാദ്യമായി നാഗപരദേവതകൾ വാലിട്ടടിച്ചു കള്ളിയങ്കാടടക്കുന്ന മലയക്ഷിയായി കൽപ്പനകളിൽ വന്നു നീ അവതരിച്ചു ഇനി എന്നു മോചനം ഭദ്രേ ഇനി എന്നു മോചനം ഭദ്രേ കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നതും കാറ്റു പറയുന്നതും കവിത പറയുന്നതും കള്ളം കവിത പറയുന്നതും കള്ളം. ഭദ്ര പറയണ ഒരു കഥ കൂടി കേട്ടാലോ? സഹായം. ഒരു ദിവസം ചിങ്കു ആമക്കുട്ടൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ആരോ കരയുന്ന ശബ്ദം അവൻ കേട്ടത്. ആരാണ് കരയുന്നത്? അവൻ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ആമക്കുട്ടൻ മുന്നോട്ട് നടന്നു. അയ്യോ രക്ഷിക്കണേ! വീണ്ടും ആ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് അവന് കാര്യം മനസ്സിലായത്. വഴിയുടെ അരികിൽ നിൽക്കുന്ന വലിയ മരമാണ് കരയുന്നത്. അവൻ അത്ഭുതത്തോടെ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മരമേ, നീ എന്തിനാണ് കരയുന്നത്? ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ ആമക്കുട്ടന് വിഷമം തോന്നി. നീ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ആമക്കുട്ടൻ ഒരു വലിയ ഇല പറിച്ച് കുമ്പിളുണ്ടാക്കി. എന്നിട്ട് അടുത്തുള്ള പുഴയിൽ ചെന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്ന് മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു. ഇങ്ങനെ കുറേ തവണ വെള്ളമൊഴിച്ചപ്പോൾ മരത്തിൻ്റെ സങ്കടം മാറി. ഒരുപാട് നന്ദി ആമക്കുട്ട, മരം സന്തോഷത്തോടെ പറഞ്ഞു.
ഇനി ഒരു ലളിതഗാനം കേൾക്കാം. ഭദ്രയാണേ പാടണേ. ആ രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ ഒഴുകുകയായി രാധാമാധവ മാനസ പല്ലവികൾ കതിച്ചൂടും നാദമഞ്ജരികൾ രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ പൊൻവെയിൽ പൊന്നാട ചാർത്തിയൊരുങ്ങും മധുരമന്ദാകിനി തീരത്തിൽ പൊൻവെയിൽ പൊന്നാട ചാർത്തിയൊരുങ്ങും മധുരമന്ദാകിനി തീരത്തിൽ ഈ ഹരിത വൃന്ദാവൻ രാഗത്തിൽ നിൻവിരൽ ശ്രുതി മീട്ടും വീണാതന്ത്രിൽ അലിയുകയല്ലോ കാമ്പോജി അലിയുകയല്ലോ കാമ്പോജി രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ കളകള നോപുരം കേൾക്കാതെ മെല്ലെ ശ്യാമനിശീധിനി മയങ്ങുമ്പോൾ കളകള നോപുരം കേൾക്കാതെ മെല്ലെ ശ്യാമനിശീധിനി മയങ്ങുമ്പോൾ ഈ വിരഹമന്ദാനിൽ തേങ്ങുമ്പോൾ ആരെയോ മിഴിനീട്ടും രാധാനമ്പരം പാടുകയല്ലോ കാളിന്തി പാടുകയല്ലോ കാളിന്തി രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ ഒഴുകുകയായി രാധാമാധവ മാനസ പല്ലവികൾ കതിർച്ചൂടും നാദമഞ്ജലികൾ രാഗസന്ധ്യാ ഹൃദയം കുളിരും പ്രണയകല്ലോലിനിൽ. അപ്പം അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? തൈക്കൂട്ടിൽ പഴുക്കടയ്ക്ക. ഇതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? അടുപ്പിലെ തീക്കനൽ. അപ്പം ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
അപ്പോൾ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേന പേപ്പർ എടുത്തിട്ട് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടെ പറയട്ടെ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് ടപ്പേന്ന് പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.